എങ്ങനെയാ? ഹലോ ഇവരാണ്. ഹലോ വ്യൂവേഴ്സ്. ഹലോ ഹലോ ഗൈസ്. ഹലോ വ്യൂവേഴ്സ് പറഞ്ഞു. ഒന്നുകൂടി പറയണം. ഹായ് വ്യൂവേഴ്സ്, ഞങ്ങളുടെ ലാസ്റ്റ് വ്ളോഗായ ബബിൾ ടീ ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേ പേര് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്തു, അതായത് എന്താ പറയുക, ബബിൾ ടീ കുടിക്കാനുള്ളൊരു ക്രേവിംഗ് ഒക്കെ ഭയങ്കരമായി വന്നെന്നൊക്കെ പറഞ്ഞു. കേട്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? ഒരു എന്താ പറയുക, ഇത് ഞങ്ങൾക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ, വി ആർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് കുവൈറ്റ് ക്യാമൽ റേസിംഗ് ക്ലബ്. ഗൾഫ് കൺട്രീസിൻ്റെ സ്പിരിറ്റ് ആൻഡ് പ്രൈഡായ ഈ റേസിംഗ് നടക്കുന്നത് കുവൈറ്റിലെ കബ്ദ് എന്ന ലൊക്കേഷനിലാണ്. കുവൈറ്റിൽ നിന്നുള്ള ക്യാമൽസ് മാത്രമല്ല, ഇവിടെ നെയ്ബറിംഗ് കൺട്രീസിൽ നിന്നുള്ള ക്യാമൽസും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് ഈ ഇവൻറ്റിൽ. ഇവിടുത്തെ ടൈമിങ് എല്ലാ സാറ്റർഡേയ്സും 1 PM to 4 PM ആണ്. ഈ റേസ് യൂഷ്വലി വിന്ററിലാണ് കണ്ടക്ട് ചെയ്യാറ്. ദ ന്യൂ സീസൺ ഹാസ് ബിഗൺ ഓൾറെഡി ആൻഡ് വിൽ ബി ദേർ ടിൽ മാർച്ച് എൻഡ്. ദ എൻട്രി ഈസ് ഫ്രീ ഫോർ എവ്രിവൺ. ഈ ക്ലബിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നോക്കുക. ഇതാണ് ഇവിടുത്തെ ലോഞ്ച്, വിച്ച് ഈസ് വെരി സ്പേഷ്യസ് ആൻഡ് കംഫർട്ടബിൾ. വിസിറ്റേഴ്സിന് ഡേറ്റ്സും ട്രഡീഷണൽ അറബിക് കോഫിയായ ഗാവയും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. The lounge is even filled with fragrance, which is meant to convey a sense of purification and harmony with the world. ഇതും അറബ് കൾച്ചറിന്റെ ഒരു പാർട്ടാണ്. റേസ് തുടങ്ങി. ക്യാമൽസ് ഓരോന്നായി ഓടി വരുന്നുണ്ട്. ഒന്ന് കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും ദേ ക്യാമൽസ് ഒക്കെ പോയി കഴിഞ്ഞു. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. നമ്മളിപ്പോൾ കാണുന്നതാണ് ഫിനിഷിംഗ് പോയിന്റ്. അപ്പോൾ നിങ്ങൾ കരുതും സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയെന്ന്, അല്ലേ? ആ സമയത്ത് ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഐഡിയ ഇല്ലായിരുന്നു. പിന്നീട് ഇതിന്റെ ഇൻഫോർമേഷൻ ഞങ്ങൾക്ക് കിട്ടി. അതിന്റെ ഡീറ്റെയിൽസ് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തരാം. ഈ റേസ് ട്രാക്കിന് 8 കിലോമീറ്റേഴ്സ് നീളമുണ്ട്. ഇവിടെ വേറെയും ട്രെയിനിങ് ട്രാക്സ് അവൈലബിൾ ആണ്. ഞങ്ങളിപ്പോൾ റേസ് ട്രാക്കിന് അടുത്താണ്. എല്ലാ കൺട്രീസിനും അവരവരുടേതായ കൾച്ചറൽ ഇവന്റ്സ് ഉണ്ട്. നമ്മുടെ ആറന്മുള വള്ളംകളിയും ജല്ലിക്കെട്ടും ഒക്കെ ഉള്ളതുപോലെയാണ് ഇവിടെ കുവൈറ്റിന് ക്യാമൽ റേസ്. അവിടുന്ന് കുറെ കാർസ് വരുന്നത് ശ്രദ്ധിച്ചോ? അത് ഈ റേസ് ക്യാമൽസിന്റെ ഓണേഴ്സ് ആണ്. ഈ ബ്ലാക്ക് കാറിലാണ് കമന്റേറ്റേഴ്സ് ഉള്ളത്. നേരത്തെ ലോഞ്ചിൽ ഇരുന്നപ്പോൾ കേട്ട കമന്ററി ഇവിടെ നിന്നുള്ളതാണ്. يهلكون
1980s ക്യാമൽ റേസ് ഓർഗനൈസ്ഡ് ആയിട്ട് കുവൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് പക്ഷേ ക്ലബ് ഇല്ലായിരുന്നു. 1991-92 പീരീഡിലാണ് ഈ ക്ലബ് എസ്റ്റാബ്ലിഷ് ആയത്. കുവൈറ്റിൽ ഇറാഖ് ഇൻവേഷൻ കാരണമാണ് ക്ലബ് എസ്റ്റാബ്ലിഷ് ആവാൻ കുറച്ച് ഡിലേ വന്നത്. അന്നത്തെ കുവൈറ്റിന്റെ എമീറായ ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബായുടെ വിഷനാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ക്ലബ്. അടുത്ത ലാപ്പ് തുടങ്ങിയതിന്റെ ബഹളമാണ് ഈ കേൾക്കുന്നത്. ഹോഴ്സ് റേസിംഗിന് ജോക്കി ഉള്ളതുപോലെ ക്യാമൽസിനെ കൺട്രോൾ ചെയ്യുന്നത് റോബോട്ട് ജോക്കീസ് ആണ്. ഈ റോബോട്ട്സിനെ കൺട്രോൾ ചെയ്യാനാണ് ഓണേഴ്സ് കാറിൽ ക്യാമലിനെ ഫോളോ ചെയ്യുന്നത്. അവർക്ക് ക്യാമലിനെ വിപ്പ് ചെയ്യാനും അതിനോട് സംസാരിക്കാനും ആ റോബോട്ട് ത്രൂ പറ്റും. ഫൈനലി അവിടെ നിന്നിരുന്ന കോർഡിനേറ്റർ ഞങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണെന്ന് പറഞ്ഞു തന്നു. ഞങ്ങൾ ഇപ്പോൾ അവിടേക്ക് പോകുവാണ്. ഈ പോയിന്റിലായിരുന്നു റേസ് സ്റ്റാർട്ട് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ അതുകൊണ്ട് തിരിച്ച് ക്ലബിലേക്ക് മടങ്ങി. അപ്പോൾ ദേ ഓണേഴ്സിന്റെ കാർസ് വരുന്നു. We just slow down the car because it's quite risky to drive among them. കുവൈറ്റിലെ മണലാരണ്യം കണ്ടോ ഗൈസ്? കുറച്ച് ക്യാമൽസും അതിന്റെ ആൾക്കാരും ഒക്കെ ഉണ്ട്. കാണിച്ചു തരാം. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറിമണിയാണ് അടുത്തത്. ഈ സെറിമണി കാണാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും ക്ലബിലേക്ക് കയറി. അവിടെ ട്രോഫീസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു.
ഗൈസ്, അപ്പോൾ ഇതൊരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. കുവൈറ്റിലുള്ളവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് അല്ലേ. നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഒട്ടും കണ്ടില്ല. അതും ഒരു ക്യാമലിൻ്റെ റേസ് ഒന്നും എനിക്കൊന്നും, ഞാൻ ക്യാമൽ മാത്രമല്ല, ഞാൻ ഒന്നിൻ്റെയും റേസ് കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ആയിട്ട് കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ടല്ലേ? അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ഈ ഒരു സംഭവം കേട്ടോ. അതിങ്ങനെ എല്ലാവരും എന്തിനൊക്കെ ചെയർ ചെയ്യുന്നതും കമൻട്രി വരുന്നതും ഒക്കെ ഒരു രസമുണ്ട്. ഈ കമൻട്രി അറബിക്കിലാണ്, അതൊന്നും നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ അറിയാം ഈ സംഭവം വരുന്നുണ്ടെന്ന്. പിന്നെ അതിലും കൂടുതൽ അടിപൊളി സംഭവമായി തോന്നിയത് ഇതിൻ്റെ ക്യാമൽസിൻ്റെ ഓണേഴ്സിൻ്റെ ആ ഒരു സ്പിരിറ്റ്, അത് ശരിക്കും കാണേണ്ടതാണ് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് സംഭവങ്ങൾ ഞങ്ങളതിൽ എന്താ പറയുക, നമ്മളതിൽ ഇൻവോൾവ് ആയിപ്പോയി. സോ ഞങ്ങൾ വ്ളോഗ് ചെയ്യാൻ തന്നെ മറന്നുപോയി. അതിൻ്റെ ഷോർട്സ് കിട്ടിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷേ ഇറ്റ്സ് എ ഗുഡ് വാച്ച്. പിന്നെ കുവൈറ്റിലുള്ളവർ ഇത് മിസ് ചെയ്യരുതെന്നാണ് അഭിപ്രായം അല്ലേ. പിന്നെ എന്താ, നമ്മളിവിടെ വന്നപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് എവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു. അത് അവസാനമായപ്പോഴത്തേക്കാണ് കണ്ടുപിടിച്ചത് എവിടെയാണ് സ്റ്റാർട്ടിംഗ് എന്നുള്ളത്. പിന്നെ അവിടെ പോകാനൊരു റോഡാണ്, അപ്പോൾ നമുക്കത് അലൗഡാണോ പബ്ലിക്കിന് അലൗഡാണോ അത് നമുക്കറിയത്തില്ലായിരുന്നു. കാരണം ഇത് കൂടുതലും അതിൻ്റെ ഓണേഴ്സൊക്കെയാണ് ആ റോഡിലൂടെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും പോകാം അങ്ങനെ. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ലാസ്റ്റ് റൗണ്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നൊരു അപ്പോൾ അത് കുറച്ചെടുക്കാൻ പറ്റിയില്ല. റേസിൻ്റെ സ്റ്റാർട്ട് ജസ്റ്റ് ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് കിട്ടിയിട്ടുള്ളൂ. അതാ അതും കൂടി കിട്ടിയ ശരിക്കും ഈ വ്ളോഗ് കംപ്ലീറ്റ് എന്ന് പറയുന്നു അല്ലേ. നമുക്ക് എല്ലാം കിട്ടി, എല്ലാ ഷോർട്സും കിട്ടിയെന്ന് പറയുന്നു. പക്ഷേ ഇതൊരു പക്ഷേ ഈ ഓണേഴ്സിൻ്റെ കൂടെ ഡ്രൈവ് ചെയ്യുന്നതും കുറച്ച് റിസ്കി ആൻഡ് കയോട്ടിക് ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. കാരണം അവർ ഈ ക്യാമലിൻ്റെ സ്പീഡ് തന്നെ നല്ല സ്പീഡുണ്ട്. ഈ നമ്മൾ സോ അതൊരു മിനിമം അല്ലേ, മിനിമം സ്പീഡാണ്. അതിന് കൂടുതൽ പോകുന്നുണ്ട്, നല്ല സ്പീഡാണ്. നമ്മൾ ഒന്ന് കണ്ണൊന്ന് അടച്ച് തുറക്കുമ്പോഴേക്കും സംഭവം ഇവിടുന്ന് ആ പോയിന്റിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ ഈ ഓണേഴ്സ് അതിലും സ്പീഡിലാണ് പോകുന്നത്. ഇവരെ ഈ ക്യാമൽസിനെ ഇങ്ങനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ ഡിവൈസ് ഉണ്ട്, വിത്ത് ഹെൽപ്പ് ഓഫ് ഡിവൈസിലാണെങ്കിലും ഈ ഇവരിങ്ങനെ എന്താ പറയുക ചിയറപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഓണേഴ്സിൻ്റെ കാറിൻ്റെ കൂടെ നമുക്ക് പോകാൻ പറ്റുന്നതായിരുന്നു, പക്ഷേ അത് കുറച്ച് റിസ്ക്കാണ്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പോയി എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ചെറിയ ചെറിയ കുഞ്ഞു ഷോർട്സ് ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട് അവരിങ്ങനെ എടുക്കുന്നത്. പിന്നെ വേറെ എന്താ, പക്ഷേ ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഇതെല്ലാം ഞങ്ങൾക്കൊരു നല്ല മൊമെൻറ്റ്സ് ആയിരിക്കും. ഇതുവരെ ഞങ്ങൾ ഇത്രയും വർഷം കുവൈറ്റിൽ ഉണ്ടായിട്ടും ഈ ഒരു സംഭവം കണ്ടിട്ടില്ലായിരുന്നു. താങ്ക്സ് ടു കുവൈറ്റ് ടൂറിസം ഫോർ പ്രൊമോട്ടിങ് ഓൾ ദീസ് ആൻഡ് ഫോർ അലൗവിങ് അസ് എക്സ്പാർട്സിനെയും പിന്നെ കുവൈറ്റ് ലോക്കലൈറ്റ്സിനെയും എല്ലാവരെയും ഒരുപോലെ അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലാണ് അവർ നമുക്ക് ഇവിടെ ഡ്രിങ്ക്സ് ആയാലും. പിന്നെ വേറൊരു സംഭവം കാണിച്ചു, അത് എന്താണെന്നുള്ളത് ഗൂഗിൾ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ അല്ലേ. ആ ഒരു സംഭവം സ്മെല്ല് ചെയ്യാൻ അങ്ങനെ ആണോ? അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ജസ്റ്റ് സ്മെല്ലിന് വേണ്ടിയിട്ടാണോ? ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. അപ്പം അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ ഒരു കുവൈറ്റി ട്രഡീഷണൽ ആയിട്ടാണ് തോന്നുന്നത്. സോ ഗൈസ്, വി ആർ എൻഡിങ് അവർ വ്ളോഗ് ഹിയർ ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ അപ്ഡേറ്റ്സ് ഇൻ കുവൈറ്റ്. ഇനിയും കുറേ ഇവൻറ്റ്സ് കുവൈറ്റിൽ വരുന്നുണ്ട്. സോ അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഹിറ്റ് ദാറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ. വേറെന്താ, അത്രയേ ഉള്ളൂ. പിന്നെ എന്നും പറയുന്ന ഡയലോഗ് തന്നെ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു പ്രിയങ്ക പ്രജീത് വ്ളോഗ്സ്. ബൈ.